പപ്പേട്ട എല്ലാം മാറിയോ പപ്പേട്ടനെ? അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ അല്ലേ അച്ഛ? അമ്മാവാ, ഏട്ടാ അമ്മാവാ, അമ്മാവന്റെ അസുഖമൊക്കെ മാറിയോ? മാറി മോനെ. കരിനീലിക്കാവിലമ്മേ, അമ്മ എന്റെ പ്രാർത്ഥന കേട്ടു. വേറെ കുഴപ്പമൊന്നുമില്ല അമ്മാവ? ഇല്ല മോനെ, എല്ലാം ശരിയായി. അസുഖമൊക്കെ മാറി അമ്മാവൻ എണീറ്റ് നടന്നില്ലേ? ഇനി എന്തിനാ അമ്മായി കരയുന്നെ? എങ്കിലും ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സാധിച്ചു? അതാ അത്ഭുതം. ഞാനൊരു സത്യം പറയട്ടെ, ഇതൊന്നും അല്ല അത്ഭുതം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാ നിങ്ങളുടെയൊക്കെ കണ്ണു തള്ളും. എന്താ മോളെ? പറയാച്ചാ. ഞാൻ പറയാം. ഒരൊറ്റ ഇഞ്ചക്ഷൻ കൊണ്ടാ അച്ഛന്റെ അസുഖം മാറിയത്. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു, പിന്നെ പരിശോധിച്ചിട്ടാവാന്ന് കരുതിയാ നിങ്ങളോട് പറയാതിരുന്നെ. ശരിക്കും സത്യാണോ ഏട്ടത്തിയമ്മേ? ഒരൊറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് എല്ലാം ശരിയായോ? പിന്നല്ലാതെ. ഇതിനൊക്കെ വേണ്ടിയല്ലേ അച്ഛന്റെ പൈസ മുടക്കി ഞാൻ ഡോക്ടറായത്, അല്ല അച്ഛ? അസുഖം കുറഞ്ഞെന്ന് കരുതി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ടോ. ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നല്ല വ്യക്തമായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജീവിത രീതികളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നോക്കിയാ അച്ഛന് ഒരു കുഴപ്പം വരില്ല, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവേ. അതെ, എന്തൊക്കെ കാര്യങ്ങളാ മോളെ ശ്രദ്ധിക്കണ്ടേ? അതൊക്കെ അച്ഛനറിയാം. എന്തായാലും അമ്മാവിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി, സമാധാനായി. എന്നാ നമുക്ക് ഇറങ്ങാൻ ഗിരിയേട്ടാ, ഇനിയും നിന്നാ താമസിക്കും. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ മോളെ? വേണ്ട അമ്മേ, പിന്നൊരു ദിവസം ആവട്ടെ. അമ്മേ, അച്ഛന് നല്ല വൈറ്റമിൻസ് ഉള്ള ആഹാരം കൊടുക്ക്, നല്ല ക്ഷീണം ഉണ്ടാവും. അച്ഛാ ഇറങ്ങട്ടെ. അമ്മാവ, ആറ് പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോണേ. ആരോഗ്യം ശ്രദ്ധിക്കണേ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് കണ്ടോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. പാറു ഇറങ്ങാം. അപ്പച്ചി ശരി മോനെ, പോയിട്ടോ. അപ്പച്ചി പോയിട്ട് വരാം. കുഞ്ഞി പിന്നെ വരണേ. അമ്മാവ അപ്പച്ചി പോയിട്ട് വരാമേ. ഇറങ്ങട്ടെ. ശരി അമ്മച്ചി പോയിട്ട് വരാം. ശരി അമ്മാവ പോട്ടെ. ശരി എന്നാ. പോയിട്ടോ മോളെ. അമ്മാവ ശരി. ഞാനെന്നാ പപ്പേട്ട കുട്ടികളെ ഒന്ന് യാത്ര ആക്കിയിട്ട് വേഗം വരാമേ.